Hey all, welcome back to iBoost Mama channel. സോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളായി, ഒരു മാസത്തിന് മുകളിലായിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട്. അതിന് കാരണം വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എനിക്ക് ഒന്ന് എമർജൻസി ആയിട്ട് നാട്ടിൽ പോകേണ്ട വന്നു. അവിടെ ഒരു 1 മന്തിന് കൂടുതൽ നിന്നു. പിന്നെ തിരിച്ച് UAE വന്നു കഴിഞ്ഞിട്ടും എന്താ പറയുക, വന്നതിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തതിൻ്റെ എനിക്കും മോനിക്കും വയ്യാതെ ആയി. പിന്നെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിപ്പോയി. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. ഡയറ്റും പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കറക്റ്റായിട്ട് നമ്മൾ വ്ളോഗ്സ് ഇടുന്നതായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റതാണ് കേട്ടോ. നമ്മൾ ട്രിപ്പ് പോവുകയാണ്. തേക്കടിക്കാണ് ട്രിപ്പ് പോകണം കേട്ടോ. ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് ട്രിപ്പ് പോണത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഐബൂസിനുള്ള പൊടിയരിക്കഞ്ഞി വെച്ചിട്ടുണ്ടായി. പാലും തിളപ്പിച്ചാറ്റിയ വെള്ളവും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതേ കുക്കിംഗ് ആയിട്ട് ഉണ്ടായുള്ളൂ. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ താത്താൻ്റെ വീട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്രയിൽ ഫുഡൊന്നും പുറത്തുനിന്ന് വേറെ ഒന്നും കഴിക്കുന്നില്ല. ചായ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്, നമ്മൾ കാലിച്ചായയൊക്കെ കുടിക്കില്ല, അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നുള്ളൂ. വേറെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ സിസ്റ്റർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോണത് തേക്കടിക്കാണ്. നമ്മൾ ആ ഒരു റൂട്ട് ഇതുവരെ ആയിട്ടും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു പ്രത്യേക ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എല്ലാവരും ജോലിക്കാരാണ്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ വന്ന് ഒന്ന് ഫ്രഷായി റെസ്റ്റൊക്കെ എടുത്താലാണ് പിറ്റേന്ന് തന്നെ നമുക്ക് ജോലിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പം അതിനുശേഷം നമ്മൾ പോയി കുറച്ചായി. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ചായക്കടയിൽ കയറിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ചായയും എന്തെങ്കിലും ഒരു സ്നാക്ക് ഐറ്റം കഴിക്കേണ്ട. കാരണം എല്ലാവർക്കും വിശന്ന് തുടങ്ങി. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ എനിക്കൊക്കെ തീരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര വിശപ്പായിരിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചട്ടോ. നമ്മൾ തേക്കടിക്ക് പോയാണ്. അപ്പോൾ കോട്ടയം റൂട്ടാണ് നമ്മൾ പോണത് കേട്ടോ. പിന്നെ എൻ്റെ തത്താനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ തന്നെ എൻ്റെ ചാനലിൽ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഗ്ലാൻസ് ലേണിംഗ് അക്കാദമിയുടെ. അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് ഗ്ലാൻസ് ലേണിംഗ് അക്കാദമിയുടെ ഫൗണ്ടർ. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒത്തിരി കോഴ്സുകളുണ്ട് കേട്ടോ. അതായത് മെയിനായിട്ട് നമ്മളിത് ഫോക്കസ് ചെയ്തേക്കുന്നത് ഈ വീട്ടമ്മമാർ, ജോലിയില്ലാതെ വീട്ടിൽ ഒതുങ്ങി കൂടി കഴിഞ്ഞ് പോകുന്ന സ്ത്രീകളില്ലേ, അവരെ മെയിൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയേക്കണത് തന്നെ കേട്ടോ. പിന്നെ നമ്മൾ വേറെ എവിടെയും നിർത്തിയില്ല കേട്ടോ. കാരണം ഒരു 3-4 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അത്യാവശ്യം ലോങ് ഓടാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എവിടെയും നിർത്തി സമയം കളയുന്നില്ല. തേക്കടി പോയിട്ട് മെയിനായിട്ട് നമുക്ക് ബോട്ടിംഗ് ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ബോട്ടിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ നേരത്തെ എത്തണം. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് നമ്മൾ പിന്നെ വേറെ എവിടെയും നിർത്താൻ നിന്നില്ല. പിന്നെ കോട്ടയം റൂട്ടൊക്കെ പോയപ്പോൾ എനിക്ക് കുറേ മെമ്മറീസൊക്കെ വന്നിട്ടോ. കാരണം ഞാൻ ഡിഗ്രി പഠിച്ചത് കോട്ടയത്താണ്. അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക ചെയ്തത് 3 വർഷം. അപ്പോൾ നമ്മൾ ഈ കോട്ടയം വഴി പോകുമ്പോൾ ഒരു 10-11 വർഷങ്ങൾക്ക് മുമ്പുള്ള കോട്ടയവും അതിനുശേഷം ഇപ്പോൾ ആ വഴി കൂടെ പോകുമ്പോൾ എന്തോ വല്ലാത്തൊരു മെമ്മറീസൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ മൈൻഡിൽ വന്നത്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി എപ്പോഴും ഞാൻ മൺഡേ മോർണിംഗിലായിരിക്കും പോവുക. സൺഡേ പോവാറില്ല. മൺഡേ മോർണിംഗിലാണ് ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് റെഡിയായി. എനിക്ക് 8 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് ബസ്സിന് കയറി പോകും. എങ്ങനെയായാലും ലേറ്റ് ആകും അവിടെ എത്താനായിട്ട്. 3 മണിക്കൂറത്തെ ബസ് യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് അന്ന് രാവിലെ എഴുന്നേറ്റ് പോണതും ഹോസ്റ്റലിലോട്ട് പോണതും അവിടെ റൂംമേറ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ കളിച്ച് നടക്കണതും ഒക്കെ നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പോണത് ഏതൊരു പാലയിൽ ഏതോ ഒരു ഉള്ളുവഴി കൂടിയാണ് കേട്ടോ പോണത്. ഗൂഗിൾ മാപ്പിൽ കൂടെ നമുക്കറിയാമല്ലോ, ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഏതൊക്കെയോ ഉള്ളുവഴി കൂടെയൊക്കെ ആയിരിക്കും പോണത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതുപോലുള്ള ഉള്ളുവഴികൾ, ഇങ്ങനെയൊക്കെ പച്ചപ്പ് നിറഞ്ഞെടുക്കുന്ന വഴികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ UAE നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാറുണ്ട്, നാട്ടിൽ പോകുമ്പോൾ ഇതുപോലെ കുറച്ച് പച്ചപ്പൊക്കെ കാണുന്ന ഒരു വഴി കൂടെ പോകണം. ഇവിടെ ആ ഒരു വൈബ് കിട്ടാറില്ല കേട്ടോ. ഇവിടെ വേറൊരു അന്തരീക്ഷമാണ്, നാട്ടിൽ വേറൊരു രീതിയിലുള്ള അന്തരീക്ഷമാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിസ് ചെയ്യാറുണ്ട് ഇവിടെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള വഴി കൂടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ കുറേ നേരത്തെ ട്രാവലിങ്ങിന് ശേഷം കുറച്ച് ചുരമൊക്കെ കയറി ഇറങ്ങി. ഇനിയും ചുരം കയറാനുണ്ട്. നമ്മുടെ സ്പോട്ടിലോട്ട് ഇനിയും എത്തിയിട്ടില്ല.
പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു കാഴ്ച കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക നമ്മുടെ കണ്ണിനൊക്കെ കുളിർമണീക്കണ ഒരു കാഴ്ച എന്ന് പറയൂലേ അതേ ഒരു വിഷ്വലായിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. ഇത് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാകും. ഞാൻ ഈ ഒരു റൂട്ട് ഞാൻ പറയില്ല, ഈ ഒരു റൂട്ട് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നമ്മുടെ കണ്ണൊക്കെ അങ്ങോട്ട് തിളങ്ങാന്ന് പറയില്ലേ, ആ ഒരു ഫീലായിരുന്നു കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ തേയിലത്തോട്ടവും ഇതുപോലെയൊക്കെ മൂന്നാർ ഊട്ടിയൊക്കെ പോയേക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്തുകൊണ്ടിട്ടും ഈ ഒരു യാത്ര നമുക്ക് സന്തോഷം തരുന്ന ഒരു യാത്ര തന്നെയായിരുന്നു. അതിനുശേഷം വീണ്ടും നമുക്ക് പോണ റൂട്ടൊക്കെ സെയിം ഒക്കെ തന്നെ ആയത് കാരണം കൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ അതാ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകേണ്ട ആ ഒരു സ്പോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ആ ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ആ കാണുന്ന ബസ്സിൽ അതിലാണ് ഇനി നമ്മളുടെ യാത്ര കേട്ടോ. അപ്പോൾ നമ്മളുടെ പേഴ്സണൽ വണ്ടിയൊന്നും അങ്ങടേക്ക് അവർ കൊടുത്തയക്കില്ല, ഈ ബസ്സിൽ വേണം കയറി പോകാനായിട്ട്. അപ്പോൾ ഇതാ എൻ്റെ ഉമ്മച്ചിയുണ്ട്, ഇതാ ഫ്രണ്ടിൽ എൻ്റെ വാപ്പച്ചി പോകുന്നുണ്ട് കേട്ടോ, അറ്റത്താണ്. പിന്നെ എൻ്റെ താത്താൻ്റെ 3 കുട്ടികൾ. ഇപ്പോൾ എൻ്റെ ബാഗ് ഇട്ടേക്കണത് എൻ്റെ താത്താൻ്റെ മൂത്ത കുട്ടിയാണ്. അപ്പോൾ ഈ ബാഗ് അവളാണ് കേട്ടോ കൈകാര്യം ചെയ്ത് വെച്ചത്. അത് തന്നെ ആയിബൂസ് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കായിരുന്നു. കാരണം എൻ്റെ സാധനങ്ങൾ വേറെ ആരും തുടർന്നൊന്നും അവനക്കിഷ്ടമല്ല. എന്നിട്ട് അവനെ കാണാതൊക്കെയായിരുന്നു ബാഗൊക്കെ ഇട്ടുകൊണ്ടിരുന്ന് വെച്ചത്. ഇപ്പോൾ ദാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ബസ്സിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറങ്ങിയതിൻ്റെ ആ ഉറക്കച്ചടവും ഒക്കെ മുഖത്തുണ്ട് കേട്ടോ. ഭയങ്കര ഒരു ക്ഷീണം കാണാനുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം വന്നു വെച്ച് കഴിഞ്ഞാൽ ഐബൂസിൻ്റെ ഡ്രസ്സ് മാറ്റാൻ ഒരു ടൈം കിട്ടിയില്ല. ഐബൂസ് ഉറങ്ങുമായിരുന്നു, 3 മണിക്കല്ലേ എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ ഇനി ആ ടൈമിൽ ഡ്രസ്സ് മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ എഴുന്നേറ്റ് ഇനി കരച്ചിലും ബഹളം ആവണ്ടല്ലോ, വാശാവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവൻ്റെ ഡ്രസ്സ് മാറ്റിയില്ല. അവൻ്റെ ഡ്രസ്സ് ബാഗിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇടാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഡ്രസ്സ് മാറ്റാനായിട്ട്. ഈ ഒരു ബസ്സിലാണ് നമ്മൾ കയറി പോണത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. പെരിയാർ ടൈഗർ റിസർവിലാണ് നമ്മൾ പോണത്. അപ്പോൾ ഇവിടെ നിന്ന് അകത്തേക്ക് കയറി പോകാൻ ഇവരുടെ ബസ്സിൽ തന്നെ പോകണം. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്ത ടിക്കറ്റിനുള്ള വെർത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നോന്നേ പറയുള്ളൂ കേട്ടോ. കാരണം പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. പിന്നെ ഇതിപ്പോൾ പിന്നെ നമ്മൾ ഈ പോയ ടൈമിൻ്റേതായിട്ടുള്ള ഇഷ്യൂ ആണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ടിക്കറ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ്. കാരണം ഇപ്പം നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് അവിടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തില്ലേ, അത് കൂടാതെ നമ്മളിപ്പോൾ ബസ് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബോട്ടിങ്ങിന് കയറുന്നതിന് സെപ്പറേറ്റ് വേറെ ചാർജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് കൂടുതൽ റേറ്റ് ആയിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ ഇവിടുന്ന് ബസ്സിന് അകത്തേക്ക് പോകണതും പിന്നെ ഈ റൂട്ടൊക്കെ കാണാൻ രസമുണ്ട് കേട്ടോ. ഈ വഴി നമ്മൾ അകത്തോട്ട് കയറി പോകുന്ന വഴിയൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ നമ്മൾ അധികം ട്രാവൽ ചെയ്യാനില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ബോട്ടിങ്ങിന് കയറേണ്ടത് വീണ്ടും വേറെ ഒരു ചാർജാണ്. അതും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ആ പൈസ നമ്മളെടുത്ത് ബോട്ടിങ്ങിന് പോയിന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ആനിമൽസിനൊന്നും നമ്മളവിടെ കണ്ടില്ല. കുറച്ച് മങ്കി, പിന്നെ മാനിനെ നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി പോകാൻ നേരത്ത് മാനിനെ കണ്ടു, പിന്നെ കാട്ടുപോത്ത്, ഇങ്ങനെയൊക്കെ കണ്ടുള്ളൂ കേട്ടോ. പിന്നെ ഏതോ 1-2 ബേർഡ്സിനെ കണ്ടു, അല്ലാതെ വേറെ ആനിമൽസിനെ ഒന്നും നമുക്ക് കണ്ടില്ല. അപ്പോൾ പൈസയുടെ ഒരു വെർത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർത്തില്ല. ഇനി എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. ചിലപ്പോൾ ബാക്കിയുള്ളവർ പോയപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഇതൊന്നും വേറെ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു കേട്ടോ. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നി. പിന്നെ ഈ ഭാഗത്ത് ബസ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് നല്ല നല്ല ഏരിയാസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം. നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ. നമ്മളുടെ വെള്ളം കുപ്പിയൊക്കെ എടുത്തോട്ട് പോകാം. അപ്പോൾ അതൊക്കെ നോക്കി സൂക്ഷിച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഈ ഒരു സ്പോട്ടിൽ വന്ന് നിന്ന് നമ്മളുടെ 360 ഡിഗ്രിയിൽ വീഡിയോസൊക്കെ എടുക്കാൻ നല്ല രസമാണ്. ഐബൂസ് പൊന്നത്താത്തായിട്ടൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇണങ്ങിയൊക്കെ വന്നിട്ടോ. പക്ഷെ അതിന് ശേഷം എന്നെ കാണുമ്പോഴത്തേക്ക് അവൻ കരച്ചിൽ തുടങ്ങും. ഇപ്പോൾ വീണ്ടും നമ്മൾ ബോട്ടിങ്ങിന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ബോട്ട് വന്നു. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി സേഫ്റ്റി റൂൾസും കാര്യങ്ങളൊക്കെ പക്കായിട്ടൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവരും. കയറുമ്പോഴൊക്കെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പണ്ട് നടന്ന തേക്കടിയുടെ ദുരന്തമൊക്കെ എൻ്റെ മൈൻഡിൽ വരുന്നുണ്ടായിരുന്നു. ഈ ടൈമിൽ നമ്മൾ ആലോചിക്കാവോ ഇല്ലെന്നുള്ളത് അറിയില്ല, പക്ഷേ എൻ്റെ മൈൻഡിൽ അതൊക്കെയാണ് വന്നേച്ചത്. പിന്നെ ബോട്ടിങ്ങൊക്കെ സ്റ്റാർട്ടായി.
അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. ആ ബസ്സിന് തന്നെയാണ് നമ്മൾ തിരിച്ച് പോണത്. അതിനുശേഷം നമ്മൾ കാർ എടുത്തിട്ട് നമ്മൾ കമ്പം തേനി അവിടെ ഒരു മുന്തിരിത്തോട്ടം കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ റൂട്ട് തന്നെ പോവുകയാണ് കേട്ടോ. പോണ വഴിക്ക് നല്ലൊരു സ്പോട്ട് കണ്ടെത്തണം, നമുക്ക് ഫുഡ് കഴിക്കണം, ലഞ്ച് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിരുന്നു. ആ ടൈമിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാരം കൊണ്ട് ചുരത്തിൻ്റെ ഒക്കെ ഒരു സൈഡായിരുന്നു. അപ്പോൾ അതാരം കൊണ്ട് അവിടെ വെച്ചിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ലപോലെ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഇനിതാ തമിഴ്നാട് റൂട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഒരു വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട് റൂട്ട്. എനിക്കും എൻ്റെ താത്താക്കും ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട് റൂട്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഒരു എന്താ ഇത് തന്നെ ഞാൻ കുറേ വർഷങ്ങളായി ഞാൻ ഈ ഭാഗത്തോട്ടും ഒക്കെ ഒരു ട്രിപ്പൊക്കെ പോയിട്ട്. അപ്പോൾ നമുക്കതൊക്കെ കണ്ടതിൻ്റെ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടെത്തി നടക്കാം കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു ഏരിയ കിട്ടി. കാരണം നമുക്ക് കൈ കഴുകാനുള്ള വെള്ളത്തിൻ്റെ ക്യാനൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഒരു സ്ഥലം കുറച്ച് വേണമായിരുന്നു. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു ഏരിയ കിട്ടിയപ്പോൾ നമ്മളവിടെ ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഇതുപോലെ കവറിലാക്കിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. ചോറും പിന്നെ രസവും ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള ഫുഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ വലിയ ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ഫുഡുകളൊക്കെ തന്നെയായിരിക്കും നല്ലത്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിക്കണ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എല്ലാവരും കാറിൻ്റെ 2 കാറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ഇരുന്നൊക്കെയാണ് ഫുഡ് കഴിച്ചത്. അതിൻ്റെ കൂടുതൽ ഐബോസിനും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഒക്കെ കൂടി ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷം നമ്മൾ സാധനങ്ങളൊക്കെ ഡിക്കിയിലോട്ട് പെറുക്കിയിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. ഈ ഒരു യാത്രയിൽ ഐബൂസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇത്. ബാക്കി എല്ലായിടത്തും ഫുൾ എൻ്റെ കയ്യിൽ തന്നെ, അവൻ ആരുടെ കയ്യിലും പോലുള്ള കരച്ചിലും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. കിളികൾക്ക് ഫുഡ് കൊടുക്കണമൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് ചിരിക്കുകയും എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ വിചാരിച്ചത് ഇവൻ പേടിക്കും എന്നാണ്. കാരണം ഇതുവരെയായിട്ട് ഇതുപോലൊരു സംഭവം ചെയ്തിട്ടില്ല അവൻ. അപ്പോൾ പേടിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ അവൻ നേരെ മറിച്ച് ഫുഡൊക്കെ കിളികളുടെ പുറകെ നടന്ന് കൊടുക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. പിന്നെ താഴെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്തായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അവൻ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ താഴെ ഇറങ്ങി നടന്ന് കിളികളുടെയൊക്കെ പുറകെ പോയി ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ഒരു ഭാഗം ഉണ്ടാവൻ. അങ്ങനത്തെ നമ്മളുടെ 1 ഡേ ഫാമിലി ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടിട്ടും എൻജോയ് ചെയ്ത നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ പോണ വഴിക്ക് നല്ലൊരു സീനറി ഉള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയി വേറൊരു മുന്തിരിത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിരുന്നു കേട്ടോ, വേറൊരു ഫ്രണ്ട് വഴി.
അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പോയപ്പോൾ നമുക്ക് വഴി ചെറുതായിട്ടൊക്കെ ഒന്ന് തെറ്റി. പിന്നെ നമ്മൾ അന്വേഷിച്ച് പോകാനൊന്നും നിന്നില്ല. തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് തന്നെ നമ്മൾ പോയി കേട്ടോ. കാരണം എല്ലാവർക്കും ഇന്ന് തന്നെ എത്തണം, ജോലിക്ക് പോകേണ്ടവരാണ്, നല്ലപോലെ ടയേർഡ് ആയിട്ടുണ്ട്. ഇനി ഈ കയറിയ ചുരമൊക്കെ ഇറങ്ങി തിരിച്ചവിടെ എത്തണം വീട്ടിൽ. അപ്പോൾ അത് കാരണം നമ്മൾ പിന്നെ ഒരുപാട് അന്വേഷിച്ചെടുക്കാൻ നിന്നില്ല, തിരിച്ച് നമ്മൾ റിട്ടേൺ പോയട്ടോ.